കൗസല്യ. അതെ, കൗസല്യ. ഇവിടെ? അതെ, ഇവിടെ. ഞാൻ ഇനിയും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നല്ലേ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എങ്കിലും എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി പറയുകയാണ്, ഞാൻ കുറ്റക്കാരനല്ല. ഞാൻ അയച്ച എഴുത്തുകൾ പോലും കിട്ടിയില്ലെന്നായിരിക്കും. കൗസല്യ അയച്ച എഴുത്തുകൾ എനിക്ക് വളരെ വൈകിട്ടാണ് കിട്ടിയത്. അതിനു മുമ്പ് രവിയുടെ കല്യാണം കഴിഞ്ഞു പോയല്ലേ? കഴിഞ്ഞുപോയത് എന്റെ കല്യാണമല്ല, കൗസല്യയുടേതാണ്. ഞാൻ ഇന്നും അവിവാഹിതനാണ്. കൗസല്യനെ വീട്ടിൽ തിരക്കി വന്നപ്പോൾ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന എന്റെ മുറപ്പെണ്ണാണ് കൗസല്യയെ തെറ്റിദ്ധരിപ്പിച്ചത്. തെറ്റിനേക്കാൾ വലുതാണ് തെറ്റിദ്ധാരണ. അത് തിരുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോഴും ഇങ്ങോട്ട് വന്നത്. അതിരിക്കട്ടെ, കൗസല്യയ്ക്കും ഭർത്താവിനൊക്കെ സുഖല്ലേ? വേണ്ട, ഞാൻ ഇപ്പോഴൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് സൗകര്യം പോലെ പിന്നീട് സംസാരിക്കാം. ഗുഡ് നൈറ്റ്. കൗസല്യയ്ക്കും ഭർത്താവിനൊക്കെ സുഖല്ലേ? ഞാൻ ഇപ്പോഴൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് സൗകര്യം പോലെ പിന്നീട് സംസാരിക്കാം. ഗുഡ് നൈറ്റ്. എന്താ ഇത്? പാല്. മുഴുവനും കുടിക്കരുത്. അയ്യോ, പാടില്ല. ഒരാൾ കഴിച്ചതിന്റെ ബാക്കി മറ്റൊരാൾക്ക് കൊടുക്കുന്ന തെറ്റാണ്. എനിക്കത് ഇഷ്ടമല്ല. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ബാക്കി കിട്ടാത്തതിന്റെ വിഷമമാണോ? സാരമില്ല, അതിലും മധുരമുള്ളൊരു സമ്മാനം ഞാൻ തരാം. എന്താടി, നീ ഇതൊരു കൂത്തമ്പലാക്കാൻ പോവാണോ? ഞാൻ പഠിച്ച ഒരു വിദ്യയല്ലേ, വല്ലപ്പോഴും ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നേ ഉള്ളൂ. നീ അങ്ങനെ പല വിദ്യകളും പഠിച്ചു കാണും, അതൊന്നും ഇവിടെ പ്രാക്ടീസ് ചെയ്യണ്ട.
നോക്കൂ, ഇവൻ അച്ഛനെ പോലെ തന്നെ ഇരിക്കുന്നല്ലേ? അതേ കണ്ണ്, അതേ മൂക്ക്. എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നാ പിന്നെ എന്നെ പോലെയാണോ? അങ്ങനെയും തോന്നുന്നില്ല. പിന്നെ ഗർഭകാലത്ത് അമ്മമാരുടെ മനസ്സിലുള്ള മുഖം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിന്റെ പഴയ പാട്ടുകാരനെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തീർച്ച പറയാനും വയ്യ. പറയൂ, എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എനിക്കത് അറിയണം. ഈ ചോദ്യം വളരെ നേരത്തെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നീ ഇതുവരെ ചോദിച്ചില്ല. ഏതായാലും ഇപ്പോഴെങ്കിലും ചോദിക്കുന്നല്ലോ. ഗുഡ്. ഇടി, ഒരു പുരുഷന്റെ ജീവിതത്തിൽ എന്നും അവൻ ഓർമ്മിക്കേണ്ടത് അവന്റെ വിവാഹ ദിവസം. സ്ത്രീകളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വരന്റെ കുപ്പായം അണിഞ്ഞ് വിവാഹപ്പന്തൽ വന്നിരുന്ന എന്നെ നീ വിഡ്ഢിയാക്കി, അപമാനിച്ചു. നീ നിന്റെ കാമുകനെയും തേടി ഒളിച്ചോടിപ്പോയി. വിവാഹത്തിന് മുമ്പ് ഞാൻ ആ കഥകളെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ നീ എന്നെ അവമാനിച്ചത് ഞാൻ മറക്കോ? എങ്കിൽ വീണ്ടും നിങ്ങൾ എന്നെ സ്വീകരിച്ചെന്തത്? അതൊരു ചോദ്യമാണ്. പറയാം. അതിന്റെ പേരാണ് പ്രതികാരം. എന്റെ ഉടുപ്പിക്കാർ പിടിക്കാനും മാത്രം അഹങ്കാരമാണ് നിനക്ക്. ഞെരിച്ച് കൊന്നുകളയും ഞാൻ. നിങ്ങൾക്കതിന് സാധ്യമല്ല. സാധ്യമല്ലേ? എന്തുകൊണ്ട്? നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ദിവസം തന്നെ ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞില്ലേ? എന്റെ ശവമാണിത്. എടീ, നീ ഭയങ്കര തന്നെ. ഇത്രയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ടും നിന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണീര് പോലും ഇല്ലല്ലോ. അത് കാണാൻ നിങ്ങൾ കൊതിക്കണ്ട. ബി കെയർഫുൾ. നിന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്യും. ആഹാ, താങ്ക് യു. ജീവിതത്തിൽ അങ്ങനെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യൂ പ്ലീസ്. ഉടനെ പുറപ്പെട്ടു കഴിഞ്ഞോ? വളരെ ഉപകാരം. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ വലിച്ചെറിഞ്ഞ എച്ചിലയുടെ വില പോലും നിനക്ക് ആരും കൽപ്പിക്കില്ല. നമുക്ക് കാണാം. ഗോപാല, സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടി വെക്കും. കുഞ്ഞിനെ കൊണ്ടുപോവാണോ? കൊണ്ടുപോയിക്കോ. പക്ഷെ ഒരു കാര്യം, നീ കൊണ്ടുവന്ന സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകാവൂ. നിൽക്കടി. ഇനി എടി പൊടിയെന്ന് വിളിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. അങ്ങനെ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചെങ്കിൽ ആ താലി എന്തിനാ കഴുത്തിൽ? അത് നിന്റെ കഴുത്തിൽ കിട്ടിയത് ഞാനാ. അത് അഴിച്ചു വെച്ചിട്ട് പോണം. ശ്രീമാൻ രാജഗോപാൽ, ഈ താലി എന്റെ കഴുത്തിൽ കെട്ടിയത് നിങ്ങൾ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ ഇതിന് പണം കൊടുത്തത് എന്റെ അച്ഛനാണ്.
എന്താ പറഞ്ഞത്? You shut up. എങ്ങനെയുണ്ട് എന്റെ കഥ? കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? കൗസല്യേ, വേണ്ട, ഇനിയും സംസാരിച്ച് രവിയെ ഞാൻ ബോറടിക്കുന്നില്ല. നമുക്ക് പോവാം. എഴുന്നേക്ക്.